നമസ്കാരം. ബ്രിട്ടനുമായി റഷ്യ യുദ്ധത്തിലായ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇനി ബ്രിട്ടന് വിശ്വസനീയ സഖ്യമായിരിക്കില്ല എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് സർക്കാർ പ്രതിരോധ വിദഗ്ധയായ ഫിയോണ ഹിൽ രംഗത്ത് വന്നു. ബ്രിട്ടൻ കൂടുതൽ ഐക്യവും കരുത്തും പ്രകടിപ്പിക്കേണ്ടത് ഈ അവസരത്തിൽ അനിവാര്യമാണ് എന്നും ഫിയോണ ഹിൽ അഭിപ്രായപ്പെട്ടു. ഗാർഡിയനുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഫിയോണ തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ആർജവം കാണിച്ചത്. ബ്രിട്ടീഷ് സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂയുടെ 3 പ്രധാന എഴുത്തുകാരിൽ ഒരാളാണ് ഫിയോണ ഹിൽ. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് വൈറ്റ് ഹൌസിന്റെ റഷ്യ ഉപദേശകയായിരുന്നു ഫിയോണ. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സുരക്ഷാ നയ നിർണയങ്ങളിലും അവർ പങ്കാളിയായിരുന്നു. ഗാർഡിയനുമായി നടത്തിയ അഭിമുഖത്തിൽ തന്നെ അവർ ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. നാം വലിയൊരു പ്രശ്നത്തിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഹിൽ, നിലവിൽ ബ്രിട്ടന്റെ ജിയോ പൊളിറ്റിക്കൽ സ്ഥിതി വ്ളാഡിമിർ പുടിന്റെ റഷ്യ എന്ന കല്ലിനും ട്രംപിന്റെ അമേരിക്ക എന്ന കനാലിനുമിടയിൽ കുടുങ്ങിയ സ്ഥിതിയാണ് എന്ന് കൂട്ടിച്ചേർത്തു. ഹിൽ ലേബർ പാർട്ടി നിർമ്മിച്ച 3 റിവ്യൂ അംഗങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. മുൻ നാറ്റോ സെക്രട്ടറി ജനറൽ ലോർഡ് റോബർട്ട്സൺ, വിരമിച്ച ജനറൽ സർ റിച്ചർഡ് ബാരൻസ് എന്നിവർ മറ്റംഗങ്ങളാണ്. 30 വർഷത്തിലേറെയായി അമേരിക്കയിൽ താമസിക്കുന്ന ഹിൽ ഇപ്പോഴും ഇരട്ട പൗരത്വം നിലനിർത്തുന്ന വ്യക്തി കൂടിയാണ്. ബ്രിട്ടന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ റഷ്യ ഒരു ശക്തിയേറിയ എതിരാളിയായി മാറിയിരിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ട ഹിൽ, യുക്രൈനിലെ യുദ്ധം യൂറോപ്പിൽ പൂർണ്ണമായും ഒരു സൈനിക ആധിപത്യം നേടാനുള്ള റഷ്യയുടെ തുടക്കമാകുമെന്ന് പുടിൻ കണക്ക് കൂട്ടിയിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. ഈ ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി വിവിധ രീതികളിൽ ബ്രിട്ടനോടുള്ള ഭീഷണികൾ റഷ്യ ആസൂത്രണം ചെയ്തു വരികയാണ് എന്നും അവർ പറഞ്ഞു. വിഷം നൽകി കൊല്ലുക, സൈബർ ആക്രമണങ്ങൾ നടത്തുക, സാബോട്ടേജ് ഓപ്പറേഷനുകൾ നടത്തുക, കേബിളുകൾക്കും പൈപ്പ് ലൈൻസിനും നേരെ രഹസ്യ സഞ്ചാരങ്ങൾ നടത്തുക തുടങ്ങിയവ റഷ്യയുടെ ഇത്തരം ആസൂത്രണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എന്ന് ഹിൽ പറഞ്ഞു. 2015 തന്നെ അവർ റഷ്യൻ പ്രസിഡന്റിനെ കുറിച്ചുള്ള പുസ്തകത്തിൽ ഈ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി അവർ ഓർമ്മിപ്പിച്ചു. പുടിൻ വെസ്റ്റിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അന്ന് ഹിൽ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിനെ ആളുകൾ അവഗണിച്ചു എന്നും, പക്ഷേ തുടർന്ന് നടന്ന സംഭവ വികാസങ്ങൾ അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചു എന്നും ഹിൽ അഭിപ്രായപ്പെട്ടു. പുടിന്റെ കണക്കുകൂട്ടലിൽ യുക്രൈനിൽ നടക്കുന്ന യുദ്ധം അമേരിക്കയ്ക്കെതിരായ ഒരു പ്രോക്സി യുദ്ധമാണ്. ഇതുതന്നെ ചൈന, ഉത്തര കൊറിയ, ഇറാൻ എന്നിവയെ തങ്ങൾക്കൊപ്പം നിർത്താൻ പുടിൻ ഉപയോഗിച്ചിരിക്കുന്നു എന്നും ഹിൽ പറയുന്നു. ഇനി പഴയ പോലെ അമേരിക്കയുടെ സഹായത്തിൽ ആശ്രയിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഹിൽ, ഇപ്പോൾ ബ്രിട്ടൻ അതിന്റെ പ്രധാന സഖ്യകക്ഷിയായിരുന്ന അമേരിക്കയെ പോലും മാനേജ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നും, പക്ഷേ അതിനെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട അനിവാര്യതയുണ്ട് എന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഈ ആശയങ്ങളാണ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂവിലും പ്രതിഫലിക്കുന്നത്. ആഗോള ശക്തി സമ്പത്ത് സംബന്ധിച്ച ബ്രിട്ടന്റെ പഴയ ധാരണകൾ ഇനി ഉറപ്പുള്ളവയല്ല എന്നത് ഈ ഡോക്യുമെന്റിന്റെ പ്രധാന നിരീക്ഷണങ്ങളിൽ ഒന്നാണ് എന്നും, ട്രംപിസം ആഗോള നയതന്ത്ര ബോധ്യങ്ങൾ എത്രമാത്രം തകർത്തിരിക്കുകയാണ് എന്നതിന് ഇത് തെളിവാണ് എന്നും ഹിൽ പറഞ്ഞു. റിവ്യൂ സംഘം കെയർ സ്റ്റാർമർ, റേച്ചൽ റീവ്സ്, പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി എന്നിവർക്കാണ് റിപ്പോർട്ട് നൽകിയത്. പ്രധാനമായും ഹീലിയുമായാണ് ഹിലിന്റെ ഇടപെടലുകൾ ഉണ്ടായത്. ട്രംപിനെ നേരിട്ട് എങ്ങനെ മെരുക്കിയെടുക്കാമെന്ന് ഹിൽ ഒന്നും പറഞ്ഞില്ല എങ്കിലും, ട്രംപിന്റെ ഭരണകൂടം ഒരു ഭരണഘടനാത്മക ഭരണ സംവിധാനമല്ല, മറിച്ച് രാജകോടതിയാണ് എന്നാണ് ഹിൽ വിശേഷിപ്പിച്ചത്. ട്രംപ് സ്വന്തം താല്പര്യങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നാണ് ഹില്ലിന്റെ വിലയിരുത്തൽ. പക്ഷേ ട്രംപിന്റെ ബ്രിട്ടനോടുള്ള പ്രത്യേക അടുപ്പം, സ്കോട്ടിഷ് പാരമ്പര്യം, രാജകുടുംബവുമായുള്ള അടുപ്പം എന്നിവയും ഹിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് മരണപ്പെട്ട റാണിയെ ട്രംപ് ഏറെ പ്രശംസിച്ചിരുന്നതായി അവർ പറഞ്ഞു. ബ്രിട്ടനിൽ പോപ്പുലിസ്റ്റ് വലതുപക്ഷം ഭീഷണിയായി ഉയരുന്നുവെന്ന് ഹിൽ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയിലെ നാഷണലിസ്റ്റ് ഭരണ മോഡൽ ബ്രിട്ടനിലേക്കും വ്യാപിക്കാമെന്നും, ഇത് അനുവദിച്ചാൽ ബ്രിട്ടനും അതിന്റെ കെടുതികൾ അനുഭവിക്കുമെന്നും ഹിൽ മുന്നറിയിപ്പ് നൽകുന്നു. അവരുടെ സ്വന്തം നാടായ ധരം ജില്ലയിലെ കൗണ്ടി കൗൺസിലടക്കം റിഫോം UK പാർട്ടി കഴിഞ്ഞ മാസം നേടിയ വിജയം ഇതിന് ഉദാഹരണമാണെന്നാണ് ഹിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ പാർട്ടി നേതാവ് നൈജൽ ഫാരാജ്, എലോൺ മസ്കിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി മാതൃകയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാനം തകർക്കാൻ ശ്രമിക്കുമെന്നത് ഭയമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നും ഹിൽ അഭിപ്രായപ്പെട്ടു. നിലവിലെ പ്രതിരോധം ആയുധത്തിനെ മാത്രം ആശ്രയിച്ചുള്ളതല്ല എന്നും, അതിന് പുതിയൊരു സമീപനം ആവശ്യമാണ് എന്നും പറഞ്ഞ ഹിൽ, സാമൂഹിക പ്രതിരോധം, കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് പരിശീലനം, സ്കൂൾ കേഡറ്റ് ഫോഴ്സുകൾ എന്നീ ആശയങ്ങൾ പ്രതിരോധ റിവ്യൂവിൽ ഉണ്ട് എന്നും കൂട്ടിച്ചേർത്തു. യുദ്ധത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ബ്രിട്ടീഷ് സൈന്യത്തിന് നെപ്പോളിയൻ കാലത്തേക്കാൾ കുറച്ച് സൈനികർ കൂടുതലുണ്ട് എന്ന് പറയുന്നത് അത്ര പ്രസക്തിയല്ല എന്നും, യുക്രൈനുകാർ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയുടെ കപ്പൽ സേനയെ പകുതിയായി തകർത്തിരിക്കുന്നു എന്നും ഹിൽ ചൂണ്ടിക്കാട്ടി. ഇതിനൊക്കെയുള്ള പരിഹാര മാർഗങ്ങൾ പ്രധാന ലക്ഷ്യമായിരിക്കണമെന്ന് ഹിൽ ഓർമ്മിപ്പിച്ചു.
രാജ്യം അതീവ ഭീകരാവസ്ഥയിൽ കൂടി പോകുമ്പോൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാണ് ഹിൽ താൻ പറഞ്ഞതൊക്കെ അവസാനിപ്പിച്ചത്.